ഭരണഘടനയോടുള്ള വെല്ലുവിളിയോ എന്നായിരുന്നു ചോദ്യം. സുജയ. ഒരു വെല്ലുവിളിയുമല്ല. ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുള്ള ഗവർണർ തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തത്. അതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് രാജ്യത്തോട് ഉള്ള ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചായിരിക്കും, മറ്റു രാജ്യങ്ങളോടുള്ള ബഹുമാനം കൂടുതലുള്ളത് കൊണ്ടുമാകും. എന്തായാലും ഭാരതാംബയുടെ ചിത്രമുണ്ടെങ്കിൽ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന നിലപാടെടുത്തിരിക്കുന്ന ഡിവൈഎഫ്ഐക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ യൂണിയൻ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കാനായിരിക്കുന്ന ആളുകൾ അത് ആവർത്തിച്ചു കഴിഞ്ഞത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടാകും ഇതിനകം തന്നെ. ഭാരതാംബ അൺടച്ചബിൾ ആണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെയുള്ള നിലപാടിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നുമില്ല. കാരണം ഭാരതാംബയുണ്ടോ, ഈ സ്ത്രീ ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ 2025 ജൂലൈ 4 മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. അത് മന്ത്രി വി ശിവൻകുട്ടിക്കും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പിന്നീട് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുമുള്ള മറുപടിയാണ്. കൃത്യമായി 2025 ജൂലൈ 4 ഹൈക്കോടതി ചോദിച്ചത് ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്നുള്ളതാണ്. അത് മനസ്സിലാകാതെ വീണ്ടും മതചിഹ്നമാണ്, മതമാണ്, മതത്തിന്റെ പ്രതിനിധിയാണ്, മതത്തിന്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആൻഡ്രോ സാർ പറഞ്ഞപ്പോൾ അപ്പോൾ ഇടപെട്ടതും അതിനോട് വിയോജിച്ചതും. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. ആരാണ് ഈ സ്ത്രീ ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യത്തെ ആ ചോദ്യം വന്നത് മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നാണ്. ആരാണ് ഈ സ്ത്രീ എന്നുള്ള ആ ചോദ്യത്തിനടക്കം മറുപടി അവിടെ വന്നു കഴിഞ്ഞതാണ്. ഹൈക്കോടതി തന്നെ വ്യക്തത വരുത്തിയ ഒരു കാര്യത്തിലാണ് വീണ്ടും ഇരുന്ന് തർക്കിക്കുന്നത് എന്നുള്ളത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകും? മതചിഹ്നമെന്ന് ഭാരതാംബ അല്ല, മതചിഹ്നമെന്നാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് മതചിഹ്നമെന്നാണ് പറഞ്ഞത്. മതത്തിന്റെ ഭാഗമാണ്. മതത്തെ പൊക്കിപ്പിടിക്കുന്നവരുടെ അവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ബിജെപിയാണ്. താങ്കൾ പറഞ്ഞത് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. നല്ല ഓർമ്മയുണ്ട് എനിക്ക്. മതചിഹ്നം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. മതചിഹ്നം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാനതിനെ ഭാരതാംബ ഒരു മതത്തിന്റെയും ചിഹ്നമല്ല. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത് 2025 ജൂലൈ 4 അത് ആർക്കൈവ്സിൽ റെക്കോർഡിക്കലായി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും റിപ്പോർട്ടർ അടക്കം റിപ്പോർട്ട് ചെയ്തതുമാണ്. അത് എവിടെയാണ്, ഏത് കേസാണെന്ന് കൂടി പറയാം. കേരള സർവകലാശാലയിലെ ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഹർജിയിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഒരു പരാമർശം നടത്തിയത്. അങ്ങനെ ഒരു പരാമർശം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അതേ കാര്യങ്ങൾ, അതേ വാദങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ അതിന്മേലുള്ള വസ്തുതയില്ലായ്മ എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. 11 രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു ഭൂപടത്തിന് മുന്നിലിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ഭാരതാംബ എന്ന് പറയുന്നത് എന്ന രീതിയിലുള്ള വ്യാഖ്യാനത്തോടും ഞാൻ യോജിക്കുന്നില്ല. അവിടെ ആ വേദിയിൽ അഭിഭാഷക പരിഷത്താണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. ഹൈക്കോടതി ഓഡിറ്റോറിയം, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് കൃത്യമായ അനുമതി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ അഭിഭാഷക സംഘടനകൾക്കും ഒരേ രീതിയിലുള്ള അവകാശമുണ്ട്. ഡിവൈഎഫ്ഐ ആയതുകൊണ്ട് അവിടെ പ്രത്യേക അവകാശങ്ങളൊന്നും ഉണ്ട് എന്നുള്ളതല്ല. അവിടെ ഇപ്പോൾ ഭാരതീയ അഭിഭാഷക പരിഷത്താണ് പരിപാടി ഇന്നലെയായിരുന്നു സംഘടിപ്പിച്ചത്, ദേശീയ നിയമ ദിനവുമായി ബന്ധപ്പെട്ട്. അവിടെ ഈ പരിപാടിയിൽ ഗവർണർ സംസാരിച്ച വിഷയം എന്താണെന്ന് കൂടി പറയാം. ഭരണഘടനയിലെ സാംസ്കാരിക ദേശീയത, അതുമായി ബന്ധപ്പെട്ടാണ് ഭാരതാംബയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പരാമർശിച്ചു പോയത്. പിന്നെ ജഡ്ജസ് ആ പരിപാടിയിൽ ഇരുന്നില്ല, വേദിയിലിരിക്കാതെ ബോധമുള്ളവരൊക്കെ താഴെ ഇരുന്നു, അല്ലെങ്കിൽ ബോധമുള്ളവരൊന്നും അവിടെ ഇരുന്നില്ല എന്നൊക്കെയുള്ള ആ പരാമർശത്തോടും ഞാൻ യോജിക്കുന്നില്ല. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം അവിടെ എത്തുകയും പ്രസംഗിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന ആളുകൾ ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ പരിപാടികളാണ്, അല്ലാതെ ജഡ്ജിമാർ അംഗമായ ഒരു സംഘടനയുടെ പരിപാടിയല്ല അവിടെ നടന്നത്. അപ്പോൾ അഭിഭാഷക പരിഷത്തിന്റെ ഭാഗമായി അവിടെ ഡിസിഗ്നേറ്റ് ചെയ്തിരുന്ന ആളുകൾ എല്ലാവരും അതിൽ പ്രസംഗിച്ചിട്ടുമുണ്ട്. അവിടെ സംസാരിച്ച ആൾ എന്ന് പറയുന്നത് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായിയാണ്. അത് അഭിഭാഷക അസോസിയേഷന്റെയാണ്, അഭിഭാഷക പരിഷത്തിന്റെ അല്ല. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ആണ് അവിടെ പ്രധാനമായും സംസാരിച്ചത്. സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള BG ഹരീന്ദ്രനാഥ്, ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് OM ഷാലീന. അതിനുശേഷമാണ് അഭിഭാഷക പരിഷത്തിന്റെ ഹൈക്കോടതി യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് N ഫനിൽകുമാറും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് KS ഭരതനും അഡ്വക്കേറ്റ് രാഹുൽ വേണുഗോപാലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നതും. അല്ലാതെ അവിടെ ജഡ്ജസിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ജഡ്ജസ് സംസാരിക്കാതെ പോയപ്പോഴേക്കും ഗവർണർ അങ്ങ് വിമർശിച്ചു എന്ന രീതിയിലുള്ള വ്യാഖ്യാനം ശരിയല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം. ഇവിടെ ഗവർണർ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? രാജ്ഭവനിൽ വരെ വന്ന് ഇതാരാണ് ഈ സ്ത്രീ എന്ന് ചിലർ ചോദിച്ചില്ലേ? ചോദിച്ചു. ഒരു മന്ത്രി തന്നെ വന്ന് ചോദിച്ചു. അത് നമ്മൾ കണ്ടതാണ്. ആ ചോദിച്ചതിനെ കുറിച്ചാണ്, അത് കോട്ട് ചെയ്യാനായിട്ട് ഗവർണർക്ക് അവകാശമൊക്കെ ഉണ്ട്. Meet the editors.